ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. അൻ അബീ ഉമാമത്തൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹു. റവാഹുൻ നസാഇ. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിൻ്റെ കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിശ്ചയം അല്ലാഹു തആല കർമ്മങ്ങളിൽ നിന്ന് ആത്മാർത്ഥതയോടെ നിർവഹിച്ചതല്ലാതെ, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നിർവഹിച്ചതല്ലാതെ സ്വീകരിക്കുകയില്ല. ഇമാം നസായി തൻ്റെ സുനനിൽ 3140 നമ്പറായി കൊടുക്കുന്ന വചനമാണ്. വളരെ സുപ്രധാനമായിട്ടുള്ള ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു ഹദീസിൽ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് വിശ്വാസി സമൂഹത്തിനടക്കും അതല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ തന്നെ ധാരാളം നന്മകൾ, ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രശംസനീയമാണ്. പക്ഷേ ആ പുണ്യപ്രവർത്തനങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തിൻ്റെ പ്രേരകമായി കൊണ്ടാണത് നടത്തുന്നത്, അത് ചെയ്തത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആ അമലുകൾ, ആ പുണ്യപ്രവർത്തനങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ, അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം, എന്തൊരു പ്രേരണ കൊണ്ടാണത് നിർവഹിച്ചത്? അള്ളാഹുവിനോടുള്ള ഭയം നിമിത്തം, അള്ളാഹുവിൻ്റെ അദാബിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ജീവൻ നൽകി, എനിക്ക് കണ്ണും കാതും നൽകിയ, എനിക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള സർവശക്തനായ, ദയാപരനായ, കാരുണ്യവാനായ, സ്നേഹധന്യനായിട്ടുള്ള ആകാശഭൂമികളുടെ സൃഷ്ടികർത്താവായ ആ റഹ്മാനായ റബ്ബ്, ആ റബ്ബിനോടുള്ള സ്നേഹം, അവൻ്റെ ശിക്ഷയെ ഓർത്തുകൊണ്ട് ഭയന്നുകൊണ്ട് അങ്ങനെയാണോ ആ കർമ്മം ചെയ്തത്? അവൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി, നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയാണോ കർമ്മങ്ങൾ ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം ഇന്ന് ധാരാളം സൽക്കർമ്മങ്ങളുടെ ഒരു പെരുമഴക്കാലം എന്ന് തന്നെ പറയാം, ഒരു പേമാരി തന്നെ എന്ന് പറയാം. സൽക്കർമ്മങ്ങൾ ധാരാളമായി നടക്കുന്നു. സമീപകാലത്താണല്ലോ നമ്മുടെ നാട്ടിൽ 2 കുട്ടികൾ, അവർക്ക് ഒരു ഇഞ്ചക്ഷനോ മറ്റോ ഒരു മരുന്ന്, അതിന് 18 കോടിയിലധികം വേണമെന്നാണ്. അപ്പോൾ പാവപ്പെട്ട കുടുംബം ആളുകളോട് കൈമലർത്തി നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ആ 18 കോടി പൂർണ്ണമായി എന്നുള്ളതാണ്. പലർക്കും അതിലേക്ക് സംഭാവന കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? അത്രമാത്രം ആളുകൾ പെട്ടെന്ന് സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നന്മകൾ ധാരാളം ഉണ്ട്. പക്ഷേ ആ നന്മകൾ ചെയ്യുമ്പോൾ അതിന് പ്രേരകമായിട്ടുള്ള ഘടകമെന്ത്? അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും ഒട്ടനവധി ആളുകളുടെ കർമ്മങ്ങൾ അത് ആത്മാർത്ഥതയില്ലാത്തതാണ്. അത് കപടരഹിതമായിട്ടുള്ള കളങ്കമറ്റ ഒരു മനസ്സോടുകൂടെ അല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഓരോ കർമ്മങ്ങളും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം മോഹിച്ചു കൊണ്ടുള്ളതായിരിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നൊരു വചനത്തിൽ നമുക്ക് കാണാം. എല്ലാവർക്കും അറിയാവുന്നൊരു ഹദീസാണല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഹജ്ജാകട്ടെ, നമസ്കാരമാകട്ടെ, ഏതേത് കർമ്മങ്ങളാകട്ടെ, അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, കബൂൽ ചെയ്യണമെങ്കിൽ, അവൻ്റെ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ നിയ്യത്ത് എന്തായിരുന്നു, അവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, എന്തിനു വേണ്ടിയാണ് അവൻ ചെയ്തത് എന്നതിനെ ആസ്പദമാക്കി ആയിരിക്കും എന്നാണ് ആ വചനത്തിൻ്റെ താല്പര്യം.
ഇപ്പോൾ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങൾ തന്നെ എന്താ? ഒന്ന് ഈമാനാണ്, രണ്ട് ഇഖ്ലാസാണ്, പ്രവാചകൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇഖ്ലാസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചെറിയ ഷിർക്കിൽ നിന്നും വലിയ ഷിർക്കിൽ നിന്നും മുക്തമായി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക, അതാണ് സത്യത്തിൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, കുറേ കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷേ ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുമോ? ഇല്ല. ഇനി ഇഖ്ലാസ് ഉണ്ടായാൽ അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുമോ? പോരാ. ഇഖ്ലാസ് മാത്രം പോരാ, കർമ്മങ്ങൾ ശരിയാവണം, ഖുർആനിനും തിരുസുന്നത്തിനും അനുസൃതമായിരിക്കണം, പ്രവാചക ചര്യക്കനുസൃതമായിരിക്കണം, അല്ലെങ്കിൽ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. അപ്പോൾ മനുഷ്യൻ്റെ ഒരു വാഞ്ച എന്ന് പറയുന്നത് പ്രശസ്തി നേടണം, ആളുകൾക്കിടയിൽ പ്രസിദ്ധനാവണം, അവരെന്നെക്കുറിച്ച് ഓർക്കണം, സ്മരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും മനുഷ്യർക്കുള്ളത്. എന്നാൽ അങ്ങനെ ജനങ്ങളുടെ ഒരു പ്രശംസയല്ല, ജനങ്ങളുടെ ആദരവല്ല, അംഗീകാരമല്ല, റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, അവൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, അവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ, അതാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. സദ്വിചാരത്തോടുകൂടെ ഇബാദത്തുകൾ ചെയ്യുക, ഇഖ്ലാസോടുകൂടെ കർമ്മങ്ങൾ ചെയ്യുക. പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമർ 11-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞല്ലോ, കുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. പറയുക പ്രവാചകരെ, കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രമാക്കി ആത്മാർത്ഥതയുള്ളവനായിക്കൊണ്ട് നിഷ്കപടമായ മനസ്സോടുകൂടെ ഇബാദത്ത് ചെയ്യാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഒരു 3 വചനങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അതിൻ്റെ ചുരുക്കം പറയാണ്. ഒന്ന്, ഇമാം ദാറഖുത്നി ഉദ്ധരിക്കുന്നൊരു വചനമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ് നിവേദകൻ. അതിനകത്ത് പറയുന്നത്, പരലോകത്ത് ഖിയാമത്ത് നാളിൽ മുദ്രണം ചെയ്യപ്പെട്ട മനുഷ്യൻ്റെ കർമ്മങ്ങളുടെ രേഖ ഹാജരാക്കപ്പെടും. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ രേഖ അത് അവിടെ നിവർത്തി വെക്കും. എന്നിട്ട് അള്ളാഹു തആല ഓരോ കർമ്മങ്ങളെക്കുറിച്ച് അങ്ങനെ വിചാരണ ചെയ്യും. അപ്പോൾ ഇത് തള്ളിക്കളയുവിൻ, അത് സ്വീകരിക്കുവിൻ എന്നിങ്ങനെ അള്ളാഹു പറയും. അപ്പോൾ മലക്കുകൾ പറയുന്നുണ്ട്, വഇസ്സതിക്, സർവശക്തനായ നാഥ, നിൻ്റെ പ്രതാപം തന്നെയാണ് സത്യം, മാ റഅയ്ന ഇല്ലാ ഖൈറ, നന്മയാണല്ലോ അത്, നന്മയല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് റബ്ബേ നീ അത് തള്ളിക്കളയുന്നത്, എന്തുകൊണ്ടാണ് നീ അത് സ്വീകരിക്കാതിരിക്കുന്നത്? അപ്പോൾ അള്ളാഹു പറയാണ്, വഹുവ അഅലം, അള്ളാഹുവിന് ഏറ്റവും അറിയാം, ഏറ്റവും നന്നായി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയുന്നവൻ അള്ളാഹുവാണല്ലോ. ആ അള്ളാഹ് പറയാണ്, ഇന്നഹാദാ, അതായത് മലക്കുകൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യമുണ്ടല്ലോ, ഇന്നഹാദാ ഖാന ലി ഖൈരി, തീർച്ചയായും ഇത് എനിക്കുള്ളതായിരുന്നില്ല, അത് മറ്റുള്ള പലരുടെയും പൊരുത്തത്തിന് വേണ്ടി, അവരുടെ അംഗീകാരത്തിന് വേണ്ടിയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്, അതല്ലാഹു സ്വീകരിക്കുകയില്ല. വല അഖ്ബലുൽ യൗമ മിനൽ അമലി, അങ്ങനെയുള്ള അമല് ഞാൻ സ്വീകരിക്കുകയില്ല ഇന്നേ ദിവസം, ഞാൻ സ്വീകരിക്കുന്നത് ഇല്ല മാ കാന ബുതുഗിയ ബിഹി വജ്ഹി, എൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത കർമ്മം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ആ വചനത്തിൽ പറയുന്നത്. മറ്റൊരു വചനം, പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മുടെ കർമ്മങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യണം? ഈ ഹദീസുമായി തട്ടിച്ച് നോക്കണം. അതായത് നമ്മളിങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു, അതൊക്കെ നമ്മുടെ കർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു, അത് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ നമസ്കാരം, നമ്മൾ മാതാപിതാക്കൾക്ക് പിന്നെ സഹായം ചെയ്തത്, അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിച്ചത്, പരിപാലിച്ചത്, അതുപോലെ അനാഥകൾ, അഗതികൾ, കുടുംബ ബന്ധുക്കൾ, അയൽവാസികളെ അവരെയൊക്കെ സഹായിച്ചത്, അവരോട് നല്ല നിലയിൽ നിലകൊണ്ടത്, അതൊക്കെ വിചാരണക്ക് വരുമ്പോൾ അത് തള്ളിക്കളയുമോ സ്വീകരിക്കുമോ? ചിന്തിക്കുക പ്രിയമുള്ളവരെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നല്ലോ. അദ്ദേഹത്തോട് പറയാണ്, അദ്ദേഹം ചോദിക്കുകയാണ്, അള്ളാഹിൻ്റെ റസൂലെ, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾ എന്നെ സ്മരിക്കണം, ഓർക്കണം എന്നുള്ള നിയ്യത്തോടു കൂടെ
ഒരാൾ യുദ്ധം ചെയ്തു, അയാളുടെ അവസ്ഥ എന്താണെന്ന് റസൂലുള്ള പറഞ്ഞു, ലാ ഷൈ അലഹു, അവന് യാതൊന്നുമില്ല എന്നാണ്, അവന് പ്രതിഫലമില്ല എന്നാണ്. അപ്പോൾ അള്ളാഹിൻ്റെ പ്രതിഫലം മാത്രം, അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിക്കുന്നതോടൊപ്പം ജനങ്ങൾ എന്നെ സ്മരിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ പോലും അത് നഷ്ടമാകും എന്നുള്ളതാണ്. എത്രത്തോളം പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മളൊക്കെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എത്രമാത്രം ആത്മാർത്ഥതയുള്ളവരായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കർമ്മങ്ങൾ പരലോകത്ത് പർവ്വത സമാനമായ ഇബാദത്തുകളുമായി കൊണ്ട് വരുന്നവരുണ്ട്. എന്നിട്ടോ അതുകൊണ്ട് ഒരു പ്രതിഫലവും നേടാതെ നഷ്ടത്തിൻ്റെ നിർഭാഗ്യവാന്മാരായിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. അപ്പം അതുകൊണ്ട് കർമ്മങ്ങൾ നന്നാക്കുക, ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടുകൂടെ, റിയാ ഇല്ലാതെ. പ്രകടനാത്മകതയുടെ കാലഘട്ടമാണ്, പ്രകടനാത്മകതയുടെ പാരമ്യതയിലാണ് ഇന്ന് ലോകത്ത് അധികം ആളുകളും. അതുകൊണ്ടാണല്ലോ മരണം വീട്ടിൽ സെൽഫി, അതുകൊണ്ടാണല്ലോ ഹജ്ജിൻ്റെ വേളയിൽ സെൽഫിയും ലൈവും ഒക്കെ. അതുകൊണ്ട് നിങ്ങൾ നോക്കും, മറ്റുള്ള ആളുകൾ എന്നെ പ്രശംസിക്കണം, ആദരിക്കണം, എനിക്ക് പൂച്ചെണ്ടുകൾ നൽകണം എന്നുള്ള ചിന്ത, അത് ശരിയല്ല. അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, മോഹിക്കേണ്ടത്. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ്.